السلام عليكم ورحمة الله. നമസ്കാരം വരവെന്ന കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. عن عماد بن سلمة عن عاصم عن الشعبي أن رسول الله صلى الله عليه وسلم قال നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മിൻ അശ്റാത്തി സാഅത്തി മൗതുൽ ഫജ്അ വഅയ്യുൽ ഹിലാൽ ഇബ്നു ലൈലത്തിൻ കഅന്നഹു ഇബ്നു ലൈലത്തിൻ ഔ കമാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നമ്മൾ റമദാനിന്റെ മാസപ്പിറവി ദർശിച്ചപ്പോൾ നമ്മളെ പലർക്കും സംശയം ഉണ്ടായി. ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടായി. എന്നോട് തന്നെ പറയണ്ടായി, നമ്മളെ മണ്ണിൽപ്പെട്ട ആളുകൾ പലരും പറയണ്ടായി, നേരെ കാണുന്നുണ്ടല്ലോ നമ്മൾ ഒരു നോമ്പ് പോയിട്ടുണ്ട് എന്നാ തോന്നണ, ഒരു നോമ്പ് പോയിട്ടുണ്ട് എന്നാ തോന്നണ്. നേരെ നമ്മളെ മുറ്റത്ത് കാണുന്നുണ്ട് ആരനെ? ചന്ദ്രനെ കാണുന്നുണ്ട്. എന്നാൽ മഹാനാകുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബത്തെ മിൻ അശ്റാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളിൽ പെട്ടതാണ് മൗതുൽ ഫജ്അ, പെട്ടെന്നുള്ള മരണം. ഇപ്പോ ഈ അടുത്ത കാലത്ത് ഒരുപാട് ഉസ്താദ്മാരിങ്ങനെ വെച്ച് ഇങ്ങനെ പോവാം, പെട്ടെന്നുള്ള മരണം. രണ്ടാമതായി മുത്തനബി തങ്ങൾ പറയുന്നു, ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ബുഖാരി തങ്ങള് അവിടുന്ന് ഐക്യകണ്ഠേന റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മുത്തനബി തങ്ങൾ പറയുന്നു, സഹാബത്തെ, അവസാന നാളിന്റെ മറ്റൊരു അടയാളം, രണ്ടാമത്തെ ദിവസം എങ്ങനെയാണോ മാസം വെളിവായി കാണുന്നത് അതേപോലെ ഒന്നാമത്തെ ദിവസം കാണും. അത് ഖിയാമത്തിന്റെ അടയാളമാണ്, അതല്ലാതെ പാണക്കാട്ട തങ്ങന്മാർക്കോ സമസ്തക്കോ തെറ്റിയതല്ല. അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഖിയാമത്ത് നാൾ ആഖിറു സമാൻ അടുക്കുമ്പോ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എത്ര ശോഭയിൽ ചന്ദ്രൻ തെളിഞ്ഞു കാണുമോ അത്ര ശോഭയിൽ ഒന്നാമത്തെ ദിവസം കാണുമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആഖിറു സമാനിന്റെ ആ ഒരു കാലത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആഖിറു സമാനിന്റെ അവസാന കാലഘട്ടത്തിൽ ഈ ഒരു പ്രത്യേക സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് മുത്തനബി തങ്ങൾ പറഞ്ഞത്, ഇങ്ങനെ ഒരു സമുദായം, എന്റെ ഒരു സമുദായം വരും, അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ആഖിറു സമാനിൽ അവര് യുസല്ലൂന ഫിൽ മസ്ജിദ്, പള്ളികളിൽ പോയിട്ട് നിസ്കരിക്കും, വയഖറഊന ഫിൽ ഖുർആൻ, ഒരു ഖുർആനും അങ്ങനെ ഓതും. പക്ഷേ അവർക്ക്